മൂന്നാറിലെ ജനവാസ മേഖലയിലേക്ക് പുതിയൊരു കാട്ടുകൊമ്പൻ കൂടി ഇറങ്ങി. വിരിക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാനയാണ് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഈ മേഖലയിൽ ഭീതി പരത്തുന്നത്. നല്ലതണ്ണി എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാന ശല്യം കാരണം ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് തോട്ടം തൊഴിലാളികൾ പറയുന്നു. മൂന്നാറിലെ കാട്ടാനകൾ എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കുക പടയപ്പയാണ്. എന്നാൽ മൂന്നാറിൽ പടയപ്പ മാത്രമല്ല, നിരവധി മറ്റ് കാട്ടാനകളുമുണ്ട്. അക്കൂട്ടത്തിലേക്ക് പുതിയതായി എത്തിയിരിക്കുന്നതാണ് വിരികൊമ്പൻ. രണ്ടു മാസം മുമ്പാണ് വിരികൊമ്പനെ മൂന്നാർ മേഖലയിൽ കണ്ടു തുടങ്ങുന്നത്. വനംവകുപ്പ് പറയുന്നത് മാങ്കുളത്ത് നിന്ന് മൂന്നാറിലേക്ക് എത്തിയ ആനയെന്നാണ്. മറ്റാനകളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് അക്രമകാരിയാണ് വിരികൊമ്പൻ. ജനവാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങാതെ നിൽക്കുന്ന വിരികൊമ്പൻ വ്യാപകമായി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്യുന്നു. തലനാരിഴയ്ക്ക് ആളുകൾ രക്ഷപ്പെട്ട സംഭവവും ഉണ്ടായി. ரொம்ப ஆனை சல்லியமா இருக்கு, வேலைக்கு போக முடியல. காட்டுலையும் போனாலும் அதே தான். ஆனை 3 மணிக்கெல்லாம் ஆனை வந்துடுது காட்டுக்கு. மாடு ஆனை இதே ஒரு பயந்து தான் வேலை செய்கிறோம். காட்டில் உயிரை கையில் பிடிச்சிக்கிட்டு வேலை செய்கிறோம் நாங்கள். കല്ലാർ മാലിന്യ പ്ലാന്റിൽ കഴിഞ്ഞ ദിവസം വിരികൊമ്പനും ഒറ്റക്കൊമ്പൻ എന്ന കാട്ടാനയും തമ്മിൽ കൊമ്പ് കൊറുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. തൊഴിലാളികൾക്ക് ധൈര്യത്തോടെ ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. നല്ലതണ്ണിയിൽ വിരികൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്ന വിവരം വനം വകുപ്പിനെ അറിയിച്ചിട്ടും എത്താൻ വൈകി. 1 മണിക്കൂറിന് ശേഷമാണ് RRT എത്തി ആനയെ തുരത്തിയത്. വിരികൊമ്പൻ ഇപ്പോഴും നല്ലതണ്ണി എസ്റ്റേറ്റ് മേഖലയോട് ചേർന്ന് ചുറ്റിക്കറങ്ങുന്നുണ്ട്. പടയപ്പയും പെരിയവരെ എസ്റ്റേറ്റ് മേഖലയിലുണ്ട്. കാട്ടാനകൾക്ക് നടുവിൽ ദൈനംദിന ജീവിതം തള്ളി നീക്കുന്ന തോട്ടം തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം പലപ്പോഴും വനം വകുപ്പിന് സാധിക്കുന്നില്ല. രണ്ടാനയെ നിരീക്ഷിക്കാനും തുരത്താനും ഒരാളെന്ന നിലയ്ക്ക് നോക്കിയാൽ പോലും നമ്മുടെ റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ അംഗബലം പര്യാപ്തമല്ല. എന്നാൽ ജീവൻ പണയം വെച്ചും ഇവർ നടത്തുന്ന സേവനങ്ങളെ വിസ്മരിക്കാനും കഴിയുന്നതല്ല. അംഗബലം കൂട്ടുന്നതിലും ആയുധബലം കൂട്ടുന്നതിലും വനം വകുപ്പാണ് പക്ഷേ നടപടി എടുക്കേണ്ടതെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ആദ്യം ഒരു അരിക്കൊമ്പൻ, ഇപ്പോഴിതാ ഒരു വിരിക്കൊമ്പൻ, പടയപ്പ, മൊട്ടവാലൻ, ഒറ്റക്കൊമ്പൻ, അങ്ങനെ പേര് പറഞ്ഞ് വിളിക്കാവുന്ന ആനകൾ. അത് ഈ മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. ഇടയ്ക്ക് ആളുകൾക്ക് നേരെ ഈ ആനകൾ പാഞ്ഞ് അടുക്കുന്നുണ്ട്. അത് വലിയ തോതിൽ ഭീതി ഉണ്ടാക്കുകയാണ്. അവിടെ വലിയ ആശങ്കയിലാണ് ജനങ്ങൾ. അവർക്ക് പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കാം. நாங்கள் இந்த மாதிரி போகையில் இப்படி ஆனை ரோட்டில் நின்னா நாங்கள் எப்படி போகிறது? இப்போ போனால் எங்களுக்கு இந்த இடத்துல நிற்கின்னே தெரிய மாட்டேங்குது. இதுக்கடையில் போனால் காட்டு மாடும் நிற்கும் பாதையில். 5 மணிலேருந்து நான் சமையல் ஆகணும், காலையில் சாப்பாடு அவனுக்கு கொடுக்கணும், நான் சாப்பாடை கொண்டு போகணும். 5 மணிலேருந்து திரும்பினா நம்ம ஜன்னல் உடையும். இவ்வளோ நேரம் இருந்துட்டு இப்போ தான் வேலை கிளம்பி போகிறேன். இப்போ காலையில் இவ்வளோ நேரக்கு எல்லாம் நிற்கி நாங்கள் உள்ளதான் ஒருத்தர் வரல. நான் ஒரு இடத்துல செலவு இல்லை, கலைச்சிருவாங்க. ഈ വാർത്താ അവതരണ രീതി കുറ്റവാളികൾക്ക് പ്രചോദനം നൽകുന്നു എന്ന അദ്ദേഹത്തിൻ്റെ ജേക്കബ് കോയിപ്പള്ളി അദ്ദേഹത്തിൻ്റെ ആരോപണം. അദ്ദേഹം അത് വ്യക്തത വരുത്തുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയല്ല അദ്ദേഹം പറയുന്നത്. ഈ ആക്രമണങ്ങൾ, സംഘർഷങ്ങൾ, ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ആവേശമുണ്ടാക്കുന്ന രീതിയിൽ അത് അവതരിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെ ചെയ്യാം, ഈ കുറ്റകൃത്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്ന ക്രിമിനൽ ചിന്താഗതി ഉള്ളവർക്ക് ഒരു അവസരം കിട്ടുകയാണ്. അതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അല്ലാതെ വാർത്താ അവതരണ രീതി എന്നതല്ല. റിപ്പോർട്ട് ചെയ്യുമ്പോൾ വലിയ ആവേശം കാണിക്കുന്നു, ഇത് ഈ കുറ്റകൃത്യം ചെയ്യാൻ കൂടുതൽ ആളുകൾക്ക് പ്രേരണ നൽകുന്നു എന്നതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത് അത്തരം പരാതികൾ, ആരോപണങ്ങൾ ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് മേലെ ഉണ്ടെങ്കിൽ വളരെ ഗൗരവത്തിൽ ഒരു സ്വയം വിമർശനം എന്ന നിലയിൽ കൂടി അതിനെ നമ്മൾ പരിശോധിക്കും. ആ നിലയിൽ ഇതൊക്കെ ഒരു ക്രൈമാണ്, നമ്മളുടെ ചുറ്റും നടക്കുന്നതാണ്. അത് പ്രേക്ഷകരിൽ എത്തിക്കുകയാണ്. അതിൽ ആവേശമൊന്നുമില്ലാതെ വളരെ പക്വതയോടെ അത്തരം കാര്യങ്ങൾ പറയാം, റിപ്പോർട്ട് ചെയ്യാം, അവതരിപ്പിക്കാം. അതിൽ ജേക്കബ് കോയിപ്പള്ളി ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണ്. അത് ഒരു കാരണവശാലും കുറ്റവാളികൾക്ക് പ്രചോദനം നൽകുകയോ കൂടുതൽ കുറ്റകൃത്യങ്ങൾ പ്രേരിപ്പിക്കുന്നതോ ആവരുത് എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. 100% അതിനോട് യോജിക്കുകയും ചെയ്യുന്നു. പല പ്രേക്ഷകരും അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അത് സിനിമകളിലെ ക്രൂര സീനുകൾ,
അതുപോലെ സീരിയലുകൾ, ഇതിനെപ്പറ്റിയൊക്കെ വീണ്ടും പറയുന്നുണ്ട്. ഇതൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അത്തരം അഭിപ്രായങ്ങൾ പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. അതൊക്കെ ഈ നിലയ്ക്ക് പരിശോധിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വരുന്നുണ്ട്. ഏതായാലും ഈ കൊലപാതകങ്ങൾ, ഈ കുട്ടികളിലെ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചുള്ള വാർത്തകൾ, ഈ സീരിയൽ കില്ലേഴ്സിൻ്റെ വാർത്തകളൊക്കെ കാണുന്ന പ്രേക്ഷകർ ആ വിഷയത്തോട് നടത്തുന്ന പ്രതികരണങ്ങൾ അങ്ങേയറ്റ പോസിറ്റീവാണ്. അതൊക്കെ ആ നിലയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതേ നിലയിൽ തന്നെ നമ്മളത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു.